ഓട്സും ആപ്പിളും കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്നത്തേത്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഓട്സാണ്. അതുപോലെ പാല് വേണം, മധുരത്തിനായി ഈന്തപ്പഴം വേണം, പിന്നെ ഒരു ആപ്പിളും. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമില്ലാത്തൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതെല്ലാം കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ആപ്പിളൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ ഈന്തപ്പഴം കുരു കളഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്ത് പാലും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് തന്നെ പേസ്റ്റാക്കി എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുത്ത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് നമുക്ക് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ബട്ടറോ ഓയിലോ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു കേക്ക് ബീനിലോട്ട് നമ്മളുടെ ഈ ഒരു ബാറ്റർ അങ്ങ് മാറ്റി കൊടുക്കാം. അതിലേക്ക് കുറച്ച് കാഷ്യൂസും അതുപോലെ ചോക്കോ ചിപ്സും പിന്നെ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം ഒന്ന് അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് അതിൻ്റെ മേലെ കുറച്ചൊന്ന് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത എയർ ഫ്രയറിലേക്ക് നമ്മൾ ഇത് വെച്ച് കൊടുക്കുന്നത്. അത് 180 ഡിഗ്രിയിൽ 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ സംഭവം സെറ്റായി. നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഫീഡ്ബാക്ക്സ് അറിയിക്കാനും അതുപോലെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.